നമസ്കാരം, അർലിനാണ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്ന വാട്സപ്പിൽ വരാനായിട്ട് പോകുന്ന 10 കിടുക്കാച്ചി പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും വാട്സപ്പ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മിസ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാൻ. ഞെട്ടിക്കുന്ന കുറേ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ വാട്സപ്പിൽ ഇപ്പോൾ ബീറ്റയിൽ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ എല്ലാവരിലേക്കും ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ തീർച്ചയായിട്ടും എത്തുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ എന്നും പറയാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വാട്സപ്പിൽ വരാനായിട്ട് പോകുന്ന ഒന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഗോൾസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം ടെലിഗ്രാമിൽ നമ്മൾ ഫുട്ബോൾ മത്സരം നടക്കുമ്പോഴും ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുമ്പോൾ ഏത് ടീം ജയിക്കും, ഏത് ടീമായിരിക്കും കൂടുതൽ ഗോൾ നേടുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോൾസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. അപ്പോൾ അതിന് ആൾക്കാർക്ക് ആൻസർ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അതേ ഒരു ഫീച്ചർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലോട്ടും വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് IPL മത്സരം നടക്കുമ്പോൾ ഇന്നത്തെ ഏത് ടീം ജയിക്കും എന്നൊക്കെ നമുക്ക് നമ്മുടെ IPL ഗ്രൂപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ പോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിന്റെ കാര്യം വരുമ്പം ആര് ഔട്ട് ആവും എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഫീച്ചറാണ്. അപ്പോൾ നമ്മൾ IPL മത്സരങ്ങൾ എങ്ങനെ കാണാമെന്നൊരു വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നിങ്ങൾ IPL മത്സരങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ബിഗ് ബോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ബിഗ് ബോസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കയറിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ പുതിയതായിട്ട് കമ്മ്യൂണിറ്റി ഫീച്ചർ വരാനായിട്ട് പോവുകയാണ്. നമുക്ക് നോർമലി ഇപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നമുക്ക് ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കാം. എന്നാൽ വാട്സപ്പിൽ പുതിയതായിട്ട് കമ്മ്യൂണിറ്റി എന്നൊരു പുതിയ ടാബ് വരാനായിട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു മറ്റേ ടെലിഗ്രാമിലൊക്കെ നമ്മുടെ ചാനലുള്ള പോലെ നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ, അതായത് അഡ്മിന് കുറേ കൂടി പവർ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പ് പോലെ തന്നെ പുതിയൊരു കമ്മ്യൂണിറ്റി വരാനായിട്ട് പോവുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരെല്ലാം കൊണ്ടുവരാം. അതിൽ ആരെങ്കിലും ഒരു പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അഡ്മിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരാൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നുമില്ല. അത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അഡ്മിന് കുറേ കൂടി പവർ കൊടുക്കുന്ന രീതിയിൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ പുതിയൊരു ടാബ് കാര്യങ്ങൾ വാട്സപ്പിൽ വരാനായിട്ട് പോവുകയാണ്. മൂന്നാമതൊരു വാട്സപ്പ് അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്ക് Gmail യൂസ് ചെയ്യുമ്പോൾ തന്നെ ലോഗൗട്ട് ചെയ്തും ലോഗിൻ ചെയ്തും യൂസ് ചെയ്യാവുന്ന വളരെ സിമ്പിളായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ പോവുകയാണ്. നമുക്കിപ്പോൾ അറിയാം, ഒരു ഫോണിൽ നമ്മൾ വാട്സപ്പ് എടുത്തു, അതിനുശേഷം നമ്മൾ അത് കളഞ്ഞിട്ട് വേറെ ഫോൺ എടുക്കും, വീണ്ടും പേരൊക്കെ കൊടുത്ത് ബാക്കപ്പ് എടുക്കണമെന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പക്ഷേ ഇനി മുതൽ അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. OTP കൊടുത്ത് എടുക്കുന്നു, ലോഗൗട്ട് ചെയ്യുന്നു. അങ്ങനെ മെയിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പ് ഉപയോഗിക്കാവുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറുകയാണ്. എന്താണെങ്കിലും കുറേ നാളായിട്ട് ഇപ്പോൾ വരും എന്ന് പറഞ്ഞ ഫീച്ചറാണ്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫൈനലി അതിനൊരു ആൻസർ കിട്ടിയിരിക്കുകയാണ്. അപ്പം വരും ദിവസങ്ങളിൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് നമ്മുടെ ഫോണിൽ വാട്സപ്പിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനുള്ള ആപ്ലിക്കേഷൻ്റെ പേര് ഗെയിംസി എന്നാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും. ഇതൊരു നോർമലി ഒരു ബെറ്റിംഗ് ഗെയിമാണ്. നമ്മൾ ഒരുപാട് ബെറ്റിംഗ് ഗെയിം കണ്ടിട്ടുണ്ട്. പക്ഷേ നമുക്കിത് ഒരുപാട് പ്രത്യേകതയുണ്ട്. നമ്മൾ ആദ്യമേ ചിന്തിക്കും എങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമെന്ന്. നമുക്ക് ഇതിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്നത് നമ്മുടെ സ്റ്റാർ ഇന്ത്യൻ ബാറ്റ്സ്മാനായ KL രാഹുലാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഡൗട്ടൊന്നും വേണ്ട, ഒരു നല്ല ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പ്രത്യേകതകൾ ഇതിനകത്തുണ്ട്. അതായത് ഇതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരാണ് ഇപ്പോൾ പങ്കെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് വിന്നിങ് ചാൻസ് കൂടുതലാണ്. അപ്പം പുതിയ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു ലോ എൻട്രി ഫീസിന് നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാനും പറ്റും. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങൾ ഈസി ആയിട്ട് വിൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഇതിനകത്ത് നമുക്കൊരു ടീം ഉണ്ടാക്കുന്നത് പറയുന്നത് വളരെ സിമ്പിളാണ്. ആപ്ലിക്കേഷൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യാൻ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്ത് നിങ്ങളൊരു ടീം സെറ്റ് ചെയ്യുക. ടീം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് ഫുൾ മാച്ചിലേക്കുള്ള ടീം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സെക്കൻഡ് ഇന്നിങ്സ് ആയിട്ടും അതുപോലെ ലൈവ് ഫാൻറ്റസിയും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി എന്താ പറയുക, ബെറ്റിംഗ് ഗെയിമിലൊക്കെ നമുക്കൊരു ഫുൾ മാച്ചിന് മാത്രമാണ് നമുക്ക് ബെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇതിനകത്ത് നമുക്ക് സെക്കൻഡ് ഇന്നിങ്സിൽ വേണമെങ്കിൽ ബെറ്റ് ചെയ്യാം. അതുപോലെ ലൈവായിട്ട് നമുക്ക് ഫാൻറ്റസി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പ്രൈസ് കാര്യങ്ങൾ വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 5 മിനിറ്റ്സ് നമുക്ക് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്തെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് വളരെ മികച്ച രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആയിട്ടാണ് നമുക്ക് ഗെയിംസിനെ പറയാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ താഴെയുള്ള ലിങ്കിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ലിങ്കിൽ കയറി വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 15,250 രൂപ വരെ സൈനിങ് ബോണസ് ആയിട്ട് കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യരുത്. ലിങ്ക് കാര്യങ്ങളും കോഡ് കാര്യങ്ങളൊക്കെ എന്താ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്പോൾ തന്നെ കയറി വരിക. നമുക്ക് ഡെയിലി ഈ ഒരു ആപ്പിൻ്റെ അകത്ത് നമുക്ക് ഡിസ്കൗണ്ടിൽ നമുക്ക് കളിക്കാം. അതായത് ഓൾറെഡി ഞാൻ പറഞ്ഞു ലോ എൻട്രി ഫീ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഒരുപാട് ഡെയിലി ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഡെയിലി എൻട്രി എടുക്കാനായിട്ട് ഡിസ്കൗണ്ട് പ്രൈസിൽ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ലിങ്ക് കാര്യങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഡൗൺലോഡ് ചെയ്യുക. അടിപൊളി ആപ്ലിക്കേഷനാണ്. അടുത്തൊരു വാട്സപ്പിൽ ഫീച്ചർ
ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ നമുക്കിനി മുതൽ മെസ്സേജുകൾ സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വാട്സപ്പ് നൽകിയാണ്. നമുക്ക് എല്ലാവർക്കും പറയാം നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിലൊക്കെ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വലി ഒരാളുടെ മെസ്സേജ് വളരെ സിമ്പിളായിട്ട് ഏതെങ്കിലും ഒരു മെസ്സേജിൻ്റെ കീവേഡൊക്കെ അടിച്ച് സെർച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു അപ്ഡേറ്റ് വാട്സപ്പിൽ വരാനായിട്ട് പോവുകയാണ്. എന്താണ് നമുക്ക് ഒരുപാട് മെസ്സേജ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈസി ആയിട്ടൊരു മെസ്സേജ് കണ്ടുപിടിക്കാൻ തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആവുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വാട്സപ്പിൻ്റെ പേരന്റ് കമ്പനിയായ ഫേസ്ബുക്കിലൊക്കെ ഓൾറെഡി ഉള്ളതാണ്. അതായത് ഇമോജി റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരാളൊരു മെസ്സേജിന് നമുക്ക് വാട്സപ്പിൽ ഇത്ര നാൾ ജസ്റ്റ് ഒരു ഇമോജി റിട്ടേൺ അയക്കാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഇനി മുതൽ നമുക്ക് മൂവിങ് ആവുന്ന കുറച്ച് മൂവ്മെൻറ്റ്സ് കാര്യങ്ങളുള്ള രീതിയിലുള്ള ഇമോജീസ് കാര്യങ്ങൾ വരാനായിട്ട് പോവുകയാണ്. നമുക്ക് ടെലിഗ്രാമിലൊക്കെ ഓൾറെഡി ഉള്ളൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് മൂവിങ് ആയിട്ടുള്ള ഇമോജീസ് കാര്യങ്ങൾ അയക്കാൻ പറ്റുന്നത്. അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് സീൻ ഹൈഡ് ചെയ്ത് വെക്കുന്നുള്ളൊരു ഓപ്ഷൻ വാട്സപ്പിലുണ്ട്. എന്നാൽ ഇനി മുതൽ വാട്സപ്പിൽ പുതിയതായിട്ട് വരുന്നത് നമുക്ക് വേണ്ട ആൾക്കാർക്ക് മാത്രം കാണാവുന്ന രീതിയിലും വേണ്ടാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആർക്കൊക്കെ കാണണമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്ന രീതിയിൽ ലാസ്റ്റ് സീൻ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വാട്സപ്പിൽ വരാനായിട്ട് പോവുകയാണ്. എന്താണെങ്കിലും വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് ലാസ്റ്റ് സീൻ വേണമെങ്കിൽ കാണിക്കാം, നമുക്ക് ആവശ്യമില്ലാത്തവർക്ക് ലാസ്റ്റ് സീനും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കുന്ന ഫീച്ചറാണ്. വാട്സപ്പിൽ വരാനായിട്ട് പോകുന്ന അടുത്തൊരു അപ്ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് സ്പാംസ് കാര്യങ്ങൾ ഫേക്ക് ആയിട്ടുള്ള മെസ്സേജ് കാര്യങ്ങൾ സ്പ്രെഡ് ആവുന്നതുകൊണ്ട് തന്നെ ഫോർവേഡ് ചെയ്യുന്നത് 5 പേരിലേക്ക് ആക്കിയിരുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, നമ്മളൊരു 10-15 പ്രാവശ്യം 5 പേർക്ക് ചെയ്താൽ തന്നെ കുറേ ആൾക്കാരിലേക്ക് ആ ഒരു മെസ്സേജ് ഫോർവേഡ് ആയി പോകും. എന്നാൽ ഇനി മുതൽ ഒരാൾക്ക് മാത്രം ഫോർവേഡ് ചെയ്യാം. അതായത് ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട ലിങ്കുകളാണെങ്കിലും ഷെയർ ചെയ്യപ്പെട്ട വീഡിയോസൊക്കെ ആണെങ്കിലും നമുക്കറിയാം മുകളിൽ ഒരുപാട് ഷെയർ ചെയ്യുന്നുള്ള രീതിയിൽ എഴുതി വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വീഡിയോസ് നമുക്ക് ഇനി മുതൽ ഒരു നമ്പറിലേക്ക് മാത്രമാണ് ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇൻഡിവിജ്വലി ഒരാൾക്ക് അയക്കുന്ന രീതിയിൽ മാത്രമാണ് ഇനി മുതൽ നമുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നോർമൽ മെസ്സേജുകളാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് ഷെയർ ചെയ്യപ്പെട്ട കണ്ടൻസ് നമുക്ക് ഇനി മുതൽ ഒരാൾക്ക് മാത്രമാണ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് സ്പാംസ് ഒരുപാട് ആവാതെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വാട്സപ്പ് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് ആണ്. എന്താണെങ്കിലും വളരെ മികച്ചൊരു കാര്യമായിട്ട് തോന്നി. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഇനി മുതൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാര്യങ്ങൾ വരുമ്പം നമുക്ക് ആരാണോ അയക്കുന്നത് അവരുടെ ഒരു പ്രൊഫൈൽ പിക്ചർ വരുന്ന രീതിക്കുള്ള ഒരു പുതിയ അപ്ഡേറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് ആരാണ് ആ മെസ്സേജ് അയച്ചതെന്ന് പെട്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും അത് വളരെ മികച്ചൊരു ഫീച്ചറായിട്ട് തോന്നി. അവസാനമായിട്ട് വാട്സപ്പിൽ വരാനായിട്ട് പോകുന്നൊരു ഫീച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അതായത് നമുക്കൊരാൾ മെസ്സേജ് അയച്ചു, നമ്മൾ ഭയങ്കര തിരക്കിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പിന്നീട് വായിക്കുന്നത് നമുക്ക് ഓൾറെഡി ആർക്കൈവ് ചെയ്യാവുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ആർക്കൈവ് മോഡ് എന്ന് പറയുന്നത് എത്രത്തോളം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അതിന് പകരം ആ ഒരു ഓപ്ഷൻ എടുത്ത് മാറ്റിയിട്ട് റീഡ് ലേറ്റർ, അതായത് നമ്മളൊരു മെസ്സേജ് വരുന്നു റീഡ് ലേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലൊരു ഫോൾഡറിൽ വന്ന് കിടക്കും. അത് നമുക്ക് പിന്നീട് സമയം കിട്ടുമ്പം എടുത്ത് വായിക്കാവുന്ന ഒരു രീതിക്കാണ്. അപ്പോൾ അതിന് പേരൊക്കെ മാറ്റി റീഡ് ലേറ്റർ എന്നാക്കി അടിപൊളി ഫീച്ചറായിട്ട് വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വാട്സപ്പിൽ വരും മാസങ്ങൾ അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ ഒരു അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോവുകയാണ്. അപ്പം നിങ്ങളിലേക്ക് എത്തുന്ന അപ്ഡേറ്റ് നമ്മൾ ആദ്യം അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ബീറ്റ യൂസർ ആണെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞാൽ ചില അപ്ഡേറ്റ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ റണ്ണായി തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ബീറ്റ യൂസർ അല്ലെങ്കിൽ ബീറ്റയിലോട്ട് ഒന്ന് ആയിട്ട് നിങ്ങളൊന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുക. എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ല. ബീറ്റ യൂസേഴ്സിനും വളരെ ലിമിറ്റഡ് ആയ യൂസേഴ്സിനും ഇപ്പോൾ ഈ അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം അവരുടെ ഫോണിൽ റണ്ണായി തുടങ്ങിയിട്ടുണ്ട്. എന്നാലും വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ഫോണിലേക്കും എത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും പഠിക്കരുത്. നാളെ മറ്റൊരു കിട്ടിയ വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ഗൈസ്.